ഇവനാണെങ്കിൽ ഇങ്ങനെ പാർക്കിലിരിക്കുമ്പോൾ രണ്ട് പെൺകുട്ടികൾ ഇവനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഇവൻ്റെ ദേഹത്തൊക്കെ തൊടാൻ ശ്രമിക്കുകയാണ്. ഇവൻ്റെ ഫോൺ നമ്പറൊക്കെ ചോദിക്കുകയാണ്. ഇവൻ മാക്സിമം ആ പെൺകുട്ടിയെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ വീണ്ടും വീണ്ടും ഇവരെ അവൻ്റെ ദേഹത്ത് തൊടാണ്. അവൻ്റെ ദേഹത്ത് തൊടപ്പോഴത്തേക്കും ഇവന് പെട്ടെന്ന് വയ്യാതാവുന്നുണ്ട്. ഇവന് തലവേദന എടുക്കുകയും ഇവന് റിങ്ങിങ് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കാതിൽ. പെട്ടെന്ന് തന്നെ ഫ്ലോറിൽ തലയിൽ കൈമുച്ചവൻ അങ്ങനെ ഇരുന്ന് പോകുന്നുണ്ട്. ആ പെൺകുട്ടികൾ അവൻ്റെ ദേഹത്ത് വീണ്ടും തൊടുകയാണ്. അവരെ തൊടുന്തോറും അവന് വീണ്ടും വീണ്ടും വയ്യാതാവാണ്. ആക്ച്വലി ഇവനൊരു ഗോബ്ലിനാണ്. അതുകൊണ്ട് തന്നെ ഇവന് പെൺകുട്ടികളൊക്കെ തൊടുമ്പോൾ ഇവന് വല്ലാത്തൊരു അസ്വസ്ഥത വരുന്നുണ്ട്. പിന്നെ അവൻ അവിടെ നിന്ന് ഓടിപ്പോവാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഓടിപ്പോയി അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവനൊരു കീ ചെയിനിൻ്റെ സൗണ്ട് കേൾക്കുകയാണ്. ആ കീ ചെയിനിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അവന് പഴയ കാലത്തെ ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. അവനും അവൻ്റെ മാസ്റ്ററിൻ്റെയൊക്കെ പഴയകാല ഓർമ്മകൾ അവനിങ്ങനെ വരുന്നുണ്ട്. ആ ഓർമ്മകൾ വരുമ്പോഴൊക്കെ അവനൊന്ന് നോർമലായി വരികയാണ്. അവനാണെങ്കിൽ ആ കീ ചെയിനിൻ്റെ സൗണ്ട് കേൾക്കുന്ന ഭാഗത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കീ ചെയിനിൻ്റെ സൗണ്ടിൻ്റെ ഓണറിൻ്റെ അടുത്തോട്ട് അവൻ എത്തുന്നുണ്ട്. പണ്ടത്തെ കാലത്ത് ഈ മാസ്റ്റർ ഇവൻ്റെ കയ്യിൽ കീ ചെയിൻ കൊടുത്തതാണ്. അപ്പോൾ ആ കീ ചെയിനിൻ്റെ ഓർമ്മകളൊക്കെ അവന് വരുന്നുണ്ട്. ഇവൻ്റെ പിറകെ അവൻ അന്വേഷിച്ച് പോകുന്നെങ്കിലും ഇവൻ മാഞ്ഞു പോകുന്നതായിട്ടാണ് ഇവൻ ഇമാജിനേഷൻ വരുന്നത്. ഇതവൻ്റെ പഴയകാല ഓർമ്മയാണ്. പെട്ടെന്ന് തന്നെ അവൻ്റെ പുതിയ മാസ്റ്ററിനെ കാണുകയാണ്. അങ്ങനെ എൻ്റെ മാസ്റ്റർ തിരിച്ചു വന്നെന്നും പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് കിസ്സൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊരു കൊറിയൻ BL ഡ്രാമയാണ്. പുതിയ വെർഷനാണ്. 2 എപ്പിസോഡേ റിലീസായിട്ടുള്ളൂ. ആ കിസ് ചെയ്തതിന് ശേഷം അവൻ ഫെയിൻ്റായി വീഴുന്നുണ്ട്. ഇവൻ്റെ വീട്ടിൽ കൊണ്ടാക്കുന്നുണ്ട് ഇവൻ. എന്നിട്ട് ഇവൻ്റെ മടി കിടന്ന് അവർ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവൻ്റെ മടിയിൽ കിടക്കപ്പോഴേക്ക് ഇവനാണെങ്കിൽ ഇവൻ്റെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഇവൻ കിസ് ചെയ്ത സീൻ തന്നെ അവൻ വീണ്ടും വീണ്ടും ഓർക്കുന്നുണ്ട്. അത് ഓർത്തിട്ട് അവൻ വല്ലാതെ ഷൈ ആവുന്നുണ്ട്. കുറച്ച് ഇപ്പോൾ ഇവൻ്റെ ബോധമൊക്കെ വരാണ്. എന്നിട്ട് ഇവൻ വീണ്ടും നോക്കുമ്പോൾ ഇവൻ്റെ മാസ്റ്റർ ഇവൻ്റെ മുമ്പിലുള്ളതായിട്ട് ഇവന് വീണ്ടും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ദേഹത്തോട്ട് വീഴുകയും അവൻ അപ്രോച്ച് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവന് പഴയകാല ഓർമ്മകളൊന്നുമില്ല. ഇവൻ പുതിയ ജനറേഷനിലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അവന് പഴയകാല ഓർമ്മകളൊന്നും തന്നെ ഇല്ല. ഇവന് ആരാണെന്ന് പോലും ഇവൻ അറിയില്ല. പക്ഷെ ഈ വയ്യാതായവൻ ഗോബ്ലിൻ ആയതുകൊണ്ട് തന്നെ അവന് പഴയ കാലത്തെ എല്ലാ ഓർമ്മകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ്റെ മാസ്റ്ററാണ് ഇതെന്നുള്ളത് അവന് മനസ്സിലാവുന്നുണ്ട്. ഇവൻ എത്ര അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് ഇവനതൊന്നും മനസ്സിലാവുന്നില്ല. കാരണം അവനതൊന്നും ഓർമ്മയില്ല. അതുകൊണ്ടാണ് മനസ്സിലാവാത്തതും. പുതിയ ജനറേഷനിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ അവനതൊന്നും ഓർമ്മയില്ല. അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ ശ്രമിക്കുമ്പോഴേക്ക് അവൻ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. ഇവൻ ഇത്രയും കാലം ഇവൻ്റെ മാസ്റ്ററിനെ അന്വേഷിച്ചാണ് നടന്നത്. ഒടുവിൽ അവൻ്റെ മാസ്റ്ററിനെ കണ്ടുകിട്ടിയിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.